നോർമൽ LCU സിനിമകളേക്കാൾ കുറച്ചൊന്ന് ഹൈപ്പ് കുറഞ്ഞു വരുന്നൊരു സിനിമയാണ് ബെൻസ്. എന്നാൽ ആ ഒരു ഹൈപ്പ് ഉണ്ടാക്കാനുള്ള വക എന്തായാലും ഈ വീഡിയോയിലുണ്ട്. റോളക്സ്, വാൾട്ടർ, സന്തനം, പിന്നെ ബെൻസും. ഇനി ഒരുപാട് വീഡിയോസ് ഇതുപോലത്തെ വരാനിരിപ്പുണ്ട്. അപ്പൊ അതൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇതുവരെ ബെൻസ് സിനിമയുടെ ആയിട്ട് പുറത്തു വന്നിട്ടുള്ള വളരെ കുറച്ച് അപ്ഡേറ്റ്സേ ഉള്ളൂ. ആ കുറച്ച് അപ്ഡേറ്റ്സിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട്. ഒരു സമയത്ത് എടുത്ത് ഉയർത്തി തലയിൽ വെച്ചിരുന്ന ഒരു ഡയറക്ടറാണ് ലോകേഷ് എന്ന് പറയുന്നത്. കൂലി എന്ന ഒരു ഫിലിമും ഉണ്ട് ലോക്കിയെ ചവിട്ടി താഴെയിട്ട ഒരു അവസ്ഥയാണ്. രണ്ടാമത്തെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് കൈദി 2 എന്ന ഫിലിം പോസ്റ്റ്പോൺ ചെയ്തിട്ട് രജനിയും കമൽഹാസനും കൂടെ ഉള്ള ഒരു സ്റ്റാൻഡ് ലോൺ ഫിലിം ആണോ എന്നറിയില്ല. അങ്ങനെ കുറച്ച് റൂമേഴ്സ് വരുന്നുണ്ട്. ഇതുവരെ ഒരു കൺഫേം ആയിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല. ഭാഗ്യരാജ് കണ്ണൻ എന്ന് പറഞ്ഞ ഡയറക്ടർ, അതായത് സുൽത്താൻ എന്ന് പറയുന്ന ഒരു സിനിമ, അതുപോലെ വേറെ ഏതൊക്കെയോ സിനിമ എടുത്തിട്ടുണ്ട്. ഞാൻ സുൽത്താൻ ഫിലിം കണ്ടിട്ടില്ല. ലോകേഷിന്റെ ചെറിയൊരു സ്റ്റോറിയെ അതൊരു സ്ക്രീൻ പ്ലേ ആക്കി ഭാഗ്യരാജ് കണ്ണൻ ഡയറക്ട് ചെയ്യുന്ന ഒരു LCU സിനിമയാണ് ബെൻസ്. ഒന്ന് ടൈറ്റിൽ ടീസർ ആണ്, രണ്ട് വാൾട്ടറിന്റെ ആ ഒരു ലുക്ക് ടീസറാണ്. ഈ രണ്ട് കാര്യങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസുകൾ കൊടുത്തുകൊണ്ടാണ് ടീസറുകൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്കകത്ത് വരുന്നത് ലോകേഷിന്റെ കയ്യിലുണ്ടായിരുന്ന മുമ്പ് തൊട്ടേ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു പ്ലോട്ടിനെ ഭാഗ്യരാജ് കണ്ണന് കൊടുത്തിട്ട് ആ ഒരു പ്ലോട്ടിനെ ഡെവലപ്പ് ചെയ്ത് ഒരു സ്ക്രീൻ പ്ലേ ആക്കി അത് വെച്ചിട്ടാണ് ഈ ഒരു ബെൻസ് എന്ന ഫിലിം ഇറക്കാൻ പോകുന്നത്. ഇതിനകത്തുള്ള കാസ്റ്റിന്റെ റൂമേഴ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ഒന്നും കൺഫേം ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. മഡോണ സെബാസ്റ്റ്യൻ, ലിയോയുടെ സിസ്റ്റർ ആയിട്ട് വരുന്ന ആ ഒരു ക്യാരക്ടർ, എലിസ ദാസ്, പുതിയ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. മാധവൻ ഒരു ക്യാരക്ടർ ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും കൺഫേം ആവാത്ത കാര്യങ്ങളൊന്നും നമ്മളെടുത്ത് ഇൻക്ലൂഡ് ചെയ്ത് നോക്കുന്നില്ല. എലിസ ദാസ് എന്നുള്ള ആ ഒരു ക്യാരക്ടർ ഇതിനകത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. LCU ഫിലിം ആണെന്നുള്ള ഓൾറെഡി കൺഫേം ചെയ്ത ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ലോകേഷിന്റെ മറ്റ് LCU ഫിലിംസിൽ തട്ടിപ്പോയ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് എലിസ ദാസ്, സന്തനം, ഇങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അത്തരത്തിലുള്ള പവർഫുൾ ആയിട്ടുള്ള എന്നാൽ ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റാത്ത ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. വേണമെങ്കിൽ ഈ പറയുന്ന ബെൻസിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം ഈ ബെൻസ് എന്ന സിനിമ ഇതുവരെയുള്ള ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ബെൻസ് എന്ന സിനിമ കൈദി, വിക്രം, ലിയോ ഈ സിനിമകൾ വരുന്നതിന് മുമ്പായിട്ടുള്ള ഒരു പ്രീക്വൽ സിനിമയായിട്ടാണ് കൂട്ടുന്നതെന്നുള്ളതാണ് പറയുന്നത്. അതല്ലെങ്കിൽ അപ്പുറത്തെ വേറൊരു യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടും ഇത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ എലിസ ദാസ് എന്നുള്ള ക്യാരക്ടർ പുറത്ത് പഠിക്കാൻ പോവുകയോ അവിടെ പഠിക്കാൻ പോകുന്ന സമയത്ത് ആ ഒരു പഠിക്കാൻ പോകുന്ന സ്ഥലമായിരിക്കും ഈ ബെൻസ് നടക്കുന്ന ആ ഒരു ടെറൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ബെൻസ് ആയിട്ടോ വാൾട്ടർ ആയിട്ടോ ഒക്കെ ഉള്ള ഒരു പരിചയമോ റിലേഷനോ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അവിടെ എലിസ ദാസിനെ കണക്ട് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ഈ ക്യാരക്ടേഴ്സിനെ രണ്ട് ടെറൈനിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിൽക്കുന്ന രണ്ട് പേരിൽ യൂണിവേഴ്സ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ് ഈ ബെൻസിന്റെ സ്റ്റോറിയും മറ്റ് LCU ഫിലിംസിന്റെ സ്റ്റോറിയും നടക്കുന്നത്. പിന്നെ ഞാൻ മുമ്പുള്ള എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ബെൻസ് എന്ന് പറയുന്നത് പുതിയൊരു യൂണിവേഴ്സ് ആണ്, LCU ആയിട്ടല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് ക്ലാരിഫൈ ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ലോകേഷ് ഒരു 100% അല്ലെങ്കിൽ ഒരു 99% എഫേർട്ട് ഇട്ട് ഫുൾ ലോകേഷിന്റെ സിഗ്നേച്ചർ ആഡ് ചെയ്ത് ചെയ്യുന്ന ഒരു സിനിമയാണ് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നുള്ള ടാഗ് ലൈനിൽ വന്നു കഴിഞ്ഞാലേ അത് അക്സെപ്റ്റബിൾ ആവുള്ളൂ. ഇപ്പോൾ ലോകേഷ് ഒരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ഒരു റൈറ്റ് ചെയ്തതിന്റെ ഫുൾ സ്ക്രീൻ പ്ലേ കൊടുത്ത് ഈ സിനിമയെ ആ ഒരു ഡയറക്ടറിനെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും സെയിം ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് നമുക്ക് കണക്കാക്കാം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ത്രെഡ് ലോകേഷ് ഈ ഭാഗ്യരാജ് കണ്ണന് കൊടുക്കുന്നു. ആ ത്രെഡിനെ ഒരു നോർമൽ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്നത് പോലെ അതിൻ്റെ സ്ക്രീൻ പ്ലേ ഉൾപ്പെടെ ഫുൾ കാര്യങ്ങളും റൈറ്റ് ചെയ്തിട്ട് അതിനെ ഡയറക്റ്റ് ചെയ്യുന്നു. ഒരു ഇൻഡിവിജ്വൽ സ്റ്റാൻഡ് ലോൺ ഫിലിം പോലെ ഈ ഭാഗ്യരാജ് കണ്ണൻ എന്ന് പറഞ്ഞ ഡയറക്ടർ മേക്ക് ചെയ്യുന്ന ഒരു ഫിലിമാണ് ബെൻസ് എന്ന് പറയുന്നത്. ലോകേഷ് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റോറി എന്ന് പറയുന്നത് ലോകേഷിന്റെ മറ്റ് യൂണിവേഴ്സുകളുമായിട്ട് ത്രെഡ് കണക്ട് ആക്കാനുള്ള ആ ഒരു ത്രെഡ് ആയിരിക്കും ലോകേഷ് പറഞ്ഞിട്ടുണ്ടാവുക. ആ ഒരു ത്രെഡിന്റെ ഉള്ളിലേക്ക് ഭാഗ്യരാജ് കണ്ണന്റെ ഇൻപുട്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമായിരിക്കും ബെൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ രണ്ട് യൂണിവേഴ്സ് ആയിട്ട് പറഞ്ഞത്. ഞാൻ പറയുന്ന ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ഈ സിനിമയിൽ ഇങ്ങനെയും ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കാണിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എൻ്റെ ഒരു ഇമാജിനേഷനിൽ ഈ രീതിയിലായിരിക്കാനാണ് ചാൻസ് കൂടുതൽ എന്നാണ് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഞാനാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന ആ ഒരു ടോണിലല്ല ഞാൻ ഇനിയുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത്. വാൾട്ടർ എന്ന ക്യാരക്ടറിന്റെ ഫസ്റ്റ് ടീസർ വന്ന സമയത്ത് തന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് റോളക്സുമായിട്ട് കണക്ഷൻ ഉണ്ട്, റോളക്സുമായിട്ടുള്ള ലുക്ക് സിമിലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. LCU യൂണിവേഴ്സിനകത്തുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലൻ എന്ന് പറയുന്നത് റോളക്സ് ആണ്. അവിടെയാണ് ഏറ്റവും വലിയൊരു ഹൈറാർക്കി ഇതുവരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. റോളക്സിന് വേണ്ടിയിട്ടാണ് മറ്റു വില്ലന്മാരെല്ലാം വർക്ക് ചെയ്യുന്നത്. ആ ഒരു ഫോർമാറ്റ് നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് ബെൻസ് എന്ന സിനിമയ്ക്കകത്തുള്ള വാൾട്ടർ എന്ന ക്യാരക്ടർ വിക്രം സിനിമയ്ക്കകത്ത് കീ റോളക്സ് എന്ന് പറഞ്ഞിട്ടൊരു കോള് വരുന്നുണ്ട് സന്തനത്തിന്. പക്ഷെ അതിൽ സംസാരിക്കുന്ന ഒരു വോയിസ് എടുത്ത് നോക്കുന്ന സമയത്ത് അത് നിവിൻ പോളിയുടെ അല്ല. പക്ഷേ നിവിൻ പോളിയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം ആ കീ റോളക്സ് എന്ന പേരിൽ അവിടെ കോൾ ചെയ്യുന്നത്. അപ്പോൾ ആ കീ റോളക്സ് എന്ന് നെയിം കൊടുത്തിരിക്കുന്നത് വാൾട്ടറിനാവാം.
വാൾട്ടർ ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വാൾട്ടർ മെയിൻലി നിൽക്കുന്ന ഗ്യാങ്ങിന്റെ ഒരു മെമ്പർ ആയിരിക്കും സന്ദനത്തിനെ കോൾ ചെയ്തിട്ടുണ്ടാവുക. ഇതൊരു കോൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് വാൾട്ടർ എന്ന ക്യാരക്ടറിന്റെ ഫുൾ റെഫറൻസും വന്നിരിക്കുന്നത് ബ്രേക്കിംഗ് ബാഡ് എന്ന് പറയുന്ന സീരീസിൽ നിന്നാണ്. ആ ഒരു സീരീസിന്റെ ഒരു കോൺസെപ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കറിയാം വാൾട്ടറിന്റെ നെയിം വരെ എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫസ്റ്റ് ഒരു അനൗൺസ്മെന്റ് ടീസർ വന്നിട്ടുണ്ടായിരുന്നു. ആ ടീസറിന്റെ ഉള്ളിൽ ആദ്യം തന്നെ ബെൻസ് എന്ന ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ ബെൻസ് എന്ന ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഒരു കുക്കായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഫിഷൊക്കെ കട്ട് ചെയ്ത് ഒരു കുക്കായിട്ടാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതിനെ നമുക്ക് വേറൊരു രീതിയിലൊന്ന് ഇമാജിൻ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുക്കർ കാണിക്കുന്നുണ്ട്. ഈ ഒരു കുക്കിംഗ് എന്നുള്ളത് നേരെ എടുത്ത് ബ്രേക്കിംഗ് ബാഡിലോട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തും ഒരു സാധനം കുക്ക് ചെയ്യുകയാണ്. ആ സാധനത്തിൻ്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, അതിന് നമുക്ക് മരുന്നെന്ന് പറയാം. ഓക്കെ, ബ്രേക്കിംഗ് ബാഡിൽ മെയിൻലി കുക്ക് ചെയ്യണ ഒരു മരുന്നിൻ്റെ ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു ക്യാരക്ടറും കൂടെ ഉണ്ട്. വിക്രമിനകത്ത് സന്തനം കുക്ക് ചെയ്യുന്ന ഒരു മരുന്നുണ്ട്. ആ ഒരു മരുന്നും ബെൻസിന്റെ ക്യാരക്ടർ അവിടെ കുക്ക് ചെയ്യുന്ന ആ ഒരു രീതി കാണിക്കുന്ന അവിടെയും ഈ സെയിം മരുന്ന് തന്നെ ആയിരിക്കാം. അതല്ലെങ്കിൽ റോളക്സിന് വേണ്ടി റോളക്സിൻ്റെ ഒരു റൈറ്റ് ഹാൻഡായിട്ട് നിൽക്കുന്ന മെയിൻ ക്യാരക്ടർ ആയിരിക്കും വാൾട്ടർ ആയിരിക്കും ഈ ഒരു സ്ഥലത്ത് നിന്ന് ഈ മരുന്ന് കുക്ക് ചെയ്തിട്ട് റോളക്സിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഒരു ലൊക്കേഷനിൽ സന്താൻമ ഗ്യാങ് ആണ് അവിടെ ഒരു കുക്ക് ചെയ്യുന്നത്. ഇപ്പുറത്തെ സൈഡിൽ വാൾട്ടറും ഗ്യാങ്ങുമാണ് ഇത് നേതൃത്വം വഹിച്ച് കുക്ക് ചെയ്ത് റോളക്സിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. സന്തനത്തിൽ നിന്നും വാൾട്ടറിൽ നിന്നുമാണ് റോളക്സിലേക്ക് ഈ മരുന്ന് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതായിരിക്കും സിനിമ രണ്ടിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഇമാജിനേഷനിലുള്ള ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ പറയാനൊരു റീസൺ കൂടിയുണ്ട്. ഈ ബെൻസ് സിനിമയ്ക്കുള്ളിൽ നമ്മൾ ഇത്രയും നാൾ ഈ മരുന്നിൻ്റെ ഒരു ചാക്ക് കെട്ടിനെയാണ് കൂടുതലും കാണിക്കാറ്. അതിലൊരു സ്കോർപ്പിയോന്റെ ചിഹ്നവും കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ബെൻസിൻ്റെ അകത്ത് ആ ടീസറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കുറേ ചാക്ക് കെട്ടുകൾ കാണിക്കുന്നുണ്ട്, കണ്ടെയ്നേഴ്സ് കാണിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു കാര്യം ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഈ ചാക്ക് കെട്ടിൻ്റെ അകത്തുള്ള സിമ്പലാണ് വ്യത്യാസം വരുന്നത്. ഇവിടെ ഒരു സ്കോർപ്പിയോണോ കാര്യങ്ങളോ ഒന്നും അല്ല വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് റോളക്സിലേക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സിമ്പലിന് പകരം, അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന സിമ്പല് 2 സ്നേക്സുകൾ ഇങ്ങനെ ഇത് ചെയ്ത് നിൽക്കുന്ന ഒരു സിമ്പലാണ്. ഈ സിമ്പലിന് പകരം അവിടെ സ്കോർപ്പിയോണാണ് വരാൻ ചാൻസ്. 2 സ്നേക്സുകൾ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സിമ്പലുള്ള LCU ക്യാരക്ടറിൽ ഒരേ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ആരാണെന്ന് ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ തന്നെ ഉണ്ട്. സന്തനത്തിൻ്റെ ആ ഒരു ബാക്കിലുള്ള ടാറ്റു നോക്കിക്കഴിഞ്ഞാൽ സ്നേക്സിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വെച്ച് സന്തനവുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്നോ എന്നുള്ളതല്ല പറയുന്നത്. ഇതിൽ വാൾട്ടർ ചെയ്യുന്നത് മിഡിലിൽ നിന്നിട്ടുള്ള ഒരു മീഡിയേറ്റർ പരിപാടിയായിരിക്കും വാൾട്ടർ ചെയ്യുന്നത്. പക്ഷെ ബെൻസിന്റെ ക്യാരക്ടർ ഇതിനകത്ത് ചെയ്യുന്നത് നമ്മളുടെ ലിയോ ചെയ്തതുപോലെയും ഒരു ഹീറോ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ബെൻസ് എന്ന ക്യാരക്ടറിനെ ഇതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വാൾട്ടർ എന്ന ക്യാരക്ടർ ഒരു നെഗറ്റീവ് ഷെയ്ഡും ബെൻസ് എന്ന ക്യാരക്ടർ നമ്മൾ ലിയോയൊക്കെ പോലെ ഒരു റീസന്റെ പേരിൽ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരാളായിട്ടും ആയിരിക്കും ഈ ബെൻസ് സിനിമയ്ക്ക് അത് പ്രസന്റ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഇമാജിനേഷൻ പറയുന്നതാണെങ്കിൽ ട്വിൻ ഫിഷിന്റെ ഒരു സിമ്പിൾ വാൾട്ടറിന് കൊടുത്ത് അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബെൻസിന് നമുക്ക് വേണമെങ്കിൽ ഹെൽമറ്റ് ഒരു ഇതായിട്ട് കൂട്ടാം, പക്ഷെ ഒരു സിംബോളിസം വൈസ് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ ബെൻസിന്റെ ക്യാരക്ടറിന്റെ ഒരു സിംബോളിസം ആയിരിക്കാം ഈ ഒരു സ്നേക്സിന്റെ ആ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. LCU യൂണിവേഴ്സിനകത്തേക്കുള്ള പുതിയ 2 സിമ്പിൾസും കൂടി ഇവിടെ ആയിട്ടുണ്ട്. ട്വിൻ സ്നേക്സ് എന്നുള്ള ഈ ഒരു സിമ്പിൾ. അപ്പോൾ ഈ 2 ഇതും കൂടി ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബെൻസിന്റെ സ്റ്റോറി ഏകദേശം ഒരു ഐഡിയയിൽ കിട്ടും. പക്ഷേ അത് ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അത് നമുക്ക് എന്തായാലും സിനിമ വരട്ടെ അപ്പോൾ കാണാം. ഈ പറയുന്ന എല്ലാത്തിൻ്റെയും, അതായത് കണ്ടെയ്നേഴ്സിൻ്റെയും ചാക്ക് കെട്ടിൻ്റെയും ആ ഒരു മരുന്നിൻ്റെയും അങ്ങനെ കുറേ ഡീലിങ്സും, അതായത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറേ അതിൻ്റെ രേഖകളും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എക്സ്പോർട്ട് ചെയ്യുന്ന. അപ്പോൾ അത്തരത്തിലുള്ള കുറേ പ്രൊസീജിയേഴ്സിൻ്റെ ഇതും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു 3 സെക്കൻഡ് ഒരു 5 സെക്കൻഡിൻ്റെ ഉള്ളിൽ കുറേ ക്ലിപ്സുകൾ കുറേ ഷോട്ടിൽ ഇങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്, കുറേ ട്രാൻസിഷൻ ആഡ് ചെയ്തിട്ട്. അതിനെ നിങ്ങൾ ഫ്രീസ് ചെയ്തിട്ട് ഓരോന്ന് ഫ്രെയിം ബൈ ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഓരോ ഫ്രെയിമിനും ഓരോ അർത്ഥങ്ങൾ മീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഇനിയും കുറേ കാര്യങ്ങൾ അതിനകത്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുവരെ കിട്ടിയിട്ടുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് കൂട്ടിയതാണ് ഇതൊക്കെ. സിനിമയ്ക്കകത്ത് ഇതുമല്ലാത്ത വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ വിഷനും അതുപോലെ തന്നെ ഞാൻ എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങളെ ചിന്തിച്ചെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞത്. ഇതേപോലെ ആയിരിക്കും എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട. അങ്ങനെ ചിന്തിച്ച് കമൻ്റ് ഇടുന്ന ചില 1-2 കമൻസൊക്കെ നമ്മൾ വീഡിയോസിനകത്ത് കാണാറുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. കൂലി ഒഴികെയുള്ള എല്ലാ സിനിമകളിലും ലോകേഷ് LCU ഫിലിംസിന് ഒരു ക്വാളിറ്റി മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ക്വാളിറ്റി നോക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഈ ഭാഗ്യരാജ് കണ്ണൻ മേക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിന് ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. കാരണം ഇതുവരെ ലോകേഷ് സിഗ്നേച്ചറിൽ നമ്മൾ കണ്ട സാധനം പുതിയൊരു ഡയറക്ടർ വന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനൊരു ഫ്രഷ് ഫീൽ വരാൻ ചാൻസ് ഉണ്ട്.
ഇത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ലോകേഷ് ഇൻ്റർവ്യൂ പറഞ്ഞതുപോലെ പുതിയ ഡയറക്ടേഴ്സ്, ഇതൊരു തുടക്കം മാത്രമാണ്, അതായത് ഇതൊരു ടെസ്റ്റിംഗ് പോലെയാണ്. ഈ ഒരു സിനിമ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മറ്റ് ഡയറക്ടേഴ്സിനെയും കൂടി ഈ സെയിം രീതിയിൽ ലോകേഷ് ഒരു സ്റ്റോറി പ്ലോട്ട് കൊടുക്കും, അതിലേക്ക് വന്ന് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു അവസരം കൊടുക്കുന്ന രീതിയിലാണ്. ഈ LCUവിനെ സ്കെയിൽ ചെയ്ത് വലുതാക്കാൻ വേണ്ടിയിട്ടാണ് ലോകേഷ് ചെയ്യുന്നത്. ഇത് ഒഫീഷ്യലി ലോകേഷ് തന്നെ ഇൻ്റർവ്യൂവിൽ കൺഫേം ചെയ്ത കാര്യമാണ്. ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സിനെ എല്ലാ ഡയറക്ടേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കാം ഈ ഒരു ബെൻസ് സിനിമ ഒരു തുടക്കം എന്ന നിലയ്ക്കായിരിക്കും ഇറക്കി വിടുന്നത്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതിന് ശേഷം. അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ഒരു പാർട്ട് 1 ആയിട്ട് നിങ്ങൾ ഇതിനെ കൂട്ടുക. പാർട്ട് 2 ചെയ്യണമോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ പറയുക. ഇനിയിപ്പോൾ കൈദി 2ൻ്റെയും പാർട്ട് 2 വരാനുണ്ട്. അപ്പോൾ ബെൻസിൻ്റെയും കൂടെ ഒരു പാർട്ട് 2 ഒരു ഇതിൽ വേണമെന്നുള്ളത് നിങ്ങൾ പറയാട്ടോ. ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് മറ്റൊരാൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയെ എടുത്തിട്ട് നമ്മളേതായ രീതിയിലുള്ള ഇമാജിനേഷൻസും കാര്യങ്ങളും ആഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പറയുന്നത്. പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റ് ഡീകോഡിങ് ചാനൽസോ മറ്റു റിവ്യൂവേഴ്സോ ഒക്കെ ചെയ്യുന്ന പോലത്തെ വീഡിയോസ് അല്ല ബ്രോ ചെയ്യുന്നത്, ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ എല്ലാവർക്കും താങ്ക് യു. അങ്ങനെ പറഞ്ഞവർക്ക് ഞാൻ വേറൊരു രീതിയിലാണ് ഈ ചാനലിനെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പുതിയൊരു സ്റ്റെപ്പിലേക്ക് ഞാൻ ഇത് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ ഒരിക്കലും അത്രയും പെർഫെക്ഷനോടുകൂടി കൊണ്ടുവരില്ല. പക്ഷേ ഒരു ട്രയൽ എന്ന രീതിയിൽ നിങ്ങൾ എത്രത്തോളം അതിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം എൻഗേജിങ് ആവുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ഫ്യൂച്ചറിൽ നമ്മൾ അതിനെ കുറച്ചും കൂടി വലുതാക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഒരു വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടേക്കുക. അതെന്താണെന്നുള്ളതിൻ്റെ ഒരു പോസ്റ്റർ ഞാൻ കമ്മ്യൂണിറ്റി ടാബ് ഇട്ടിട്ടുണ്ട്, ഇസ എന്ന് പറയുന്നൊരു ക്യാരക്ടർ. അപ്പോൾ ആ ഒരു വീഡിയോ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ ഇതിനകത്ത് പറയാം, ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത്. ഇത്രയും നാൾ നമ്മൾ വിഷ്വലി കണ്ടുകൊണ്ടിരുന്ന സിനിമ നമ്മൾ ഇമാജിനേഷനിൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനകത്തേക്ക് ഓരോ പുതിയ ക്യാരക്ടേഴ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തിടും. പുതിയൊരു പ്ലേലിസ്റ്റിലായിരിക്കും ഈ വീഡിയോസ് എല്ലാം വരുന്നത്. ആ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരെ മാത്രമായിട്ട് പിക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിലാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഈ ടൈപ്പ് ഓഫ് മറ്റ് സിനിമയെക്കുറിച്ചുള്ള വീഡിയോസ് എല്ലാം ഈ ഒരു വഴിക്ക് വരുന്നതാണ്. അതേസമയം ആ ഒരു പുതിയ പ്ലേലിസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കാര്യം നമുക്ക് കേൾക്കുന്ന സമയത്ത് അതിനെ ഒരുപാട് വിഷ്വലി ചെയ്ത് എടുക്കാൻ പറ്റുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ തിങ്ക് ചെയ്യാൻ നല്ലപോലെ ചിന്തിക്കാനോ, ഇപ്പോൾ ഓവർ തിങ്ക് ആണെങ്കിലും കുഴപ്പമില്ല, ആ ഒരു തിങ്കിങ് കപ്പാസിറ്റി കൂടുതലുള്ള ആ ഒരു കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. കാരണം ഞാൻ അങ്ങനെ ഉള്ള ഒരാളാണ്. എനിക്കൊരു ചെറിയൊരു കഥ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ലൈൻ കണ്ടാൽ മതി, ആ ഒരു കാര്യം വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് എനിക്കൊരു സിനിമ കാണുമ്പോൾ കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഈ വീഡിയോയിൽ എന്തൊക്കെ ഞാൻ പറയുമെന്നും എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി ഞാനിരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ കാണുമ്പോൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലായിരിക്കും ഞാനിത് പ്രസൻറ്റ് ചെയ്യുക. അതായത് ഞാൻ ഇവിടെ ഒരു സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞു തരും, അതും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള AI ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റോറി ടെല്ലിംഗ് രീതിയിൽ സ്ക്രാച്ചിൽ നിന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും നാൾ കണ്ട രീതിയിലല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് എൻ്റേതായ ഒരു വെർഷനായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പുതിയ ഓരോ ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് ഇടും. അതിലെ ഫസ്റ്റ് ക്യാരക്ടറാണ് ഇസ എന്ന് പറയുന്ന പുതിയ ക്യാരക്ടർ. ഈ ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും നമ്മൾ ആദ്യത്തെ വീഡിയോ. ഈ ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി ആയാലും ഈ ക്യാരക്ടർ എന്താണെന്ന്, ഒരു ക്യാരക്ടറിനെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സിനിമയ്ക്കുള്ളിൽ അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് 2 കൂട്ടർക്കാണ് ഹെൽപ്പ് ആവുന്നത്. ഒന്നെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഷ്വലൈസിങ് പവറും ഓവർ തിങ്കിങ് അല്ലെങ്കിൽ തിങ്ക് ചെയ്യാൻ ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റുള്ള ഒരു ടീമിനും അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യം ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒപ്പം ഒരു ക്യാരക്ടറിനെ എങ്ങനെ സ്ക്രാച്ചിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു സിനിമയ്ക്കുള്ളിൽ അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു ട്യൂട്ടോറിയൽ വെർഷൻ. മീൻസ് ആ ട്യൂട്ടോറിയൽ ആയിട്ടല്ല ചെയ്യുന്നത്, നമ്മളത് ചെയ്ത് കാണിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫിലിം മേക്കിംഗ് ചെയ്യാൻ ഫ്യൂച്ചറിൽ ഒരു ഫിലിം മേക്കർ ആവാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ ആ വീഡിയോ കാണുന്നെങ്കിൽ ഈ രീതിയിലും നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് എടുക്കാം എന്നുള്ള ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു അറിവ് അവർക്ക് അതിനകത്ത് നിന്ന് കിട്ടും. ഒരേ ടൈം എൻ്റർടൈൻമെൻറ്റും അതേസമയം തന്നെ ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സീരീസിനെ ഞാൻ മേക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഇസ എന്നുള്ള എപ്പിസോഡ് ഫസ്റ്റ് ഞാൻ ഇടും. അതിലിട്ടിട്ട് അതിൻ്റെ റെസ്പോൺസും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നോക്കിയിട്ടായിരിക്കും നമ്മൾ മറ്റു കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ആ ഒരു ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്യുന്നത് എൻ്റെ വിഷ്വലിൽ ഞാൻ കണ്ട ഒരു ക്യാരക്ടറിനെ ആയിരിക്കും ഞാൻ അതിനകത്ത് പ്രസൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷ്വലിൽ നിങ്ങൾ
നിങ്ങൾ ആ ക്യാരക്ടറിനെ കണ്ട രീതിയും ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യാം കമൻറ്റ് ബോക്സിൽ. ആ രീതിയിൽ നമ്മളൊരു പുതിയൊരു ചെറിയൊരു കമ്മ്യൂണിറ്റി അതുവഴി ബിൽഡ് ചെയ്തെടുക്കാനും കൂടിയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. കാരണം അത് ഫ്യൂച്ചറിലത്തേക്ക് വേണ്ടിയിട്ടാണ്. AI ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. ആ ഒരു പ്രോംപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ മനസ്സിൽ കണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നമുക്കൊരു ലൈനായിട്ട് കേട്ട കാര്യം അതൊരു വിഷ്വലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ചുരുക്കം സെക്കൻഡ്സുകൾ തന്നെ ധാരാളം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഞാൻ ഇവിടെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എൻ്റെ ഇമാജിനറിയിലുള്ള വിഷ്വൽസിനെ ഞാൻ നിങ്ങൾക്കൊരു സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് പറഞ്ഞുതരാൻ പോവുകയാണ്. അത് എത്രത്തോളം വർക്ക് ആവുമെന്നോ അത് എത്രത്തോളം എൻഗേജിങ് ആവുമോ എന്നുള്ളത് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, അറിയില്ല. അതെന്തായാലും ആ വീഡിയോ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ട് പറയുക. നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് എൻഗേജിങ് ആവാത്ത അല്ലെങ്കിൽ എവിടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് നിങ്ങൾ പറയുക. കാരണം ഞാനത് കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ടല്ല ആ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. അത് ഫസ്റ്റ് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. എനിവേ, ഞാൻ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഇവിടെ തന്നെയാണ്. നിങ്ങൾ അതിനുവേണ്ടി ഒന്ന് പ്രിപ്പയർ ആയിരിക്കുക. ഞാൻ ആ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾ അതും കൂടി മാക്സിമം കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് വേണോ വേണ്ടയോ അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ അതിൽ തന്നെ പറയാം. അപ്പോൾ ബെൻസിനെ കുറിച്ച് നമുക്ക് ഈ പാർട്ട് 1 പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇതുവരെയുള്ള അപ്ഡേറ്റ്സിൻ്റെയും കാര്യങ്ങളുടെയും ഒരു ബേസിൽ പറയാൻ പറ്റുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ വീഡിയോയ്ക്കുള്ളിൽ ഞാൻ പറഞ്ഞതെല്ലാം എൻ്റെ ഒരു ഇമാജിനേഷനിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ചെയ്തിട്ടേക്കുക. അപ്പോൾ എന്തായാലും ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. അതൊരു ഇറ്റ്സ് മീ അൻഷാൻ നിസാർ.